അറബ് വസന്താനന്തരം മേഖലയിലെ രാഷ്ട്രീയം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുവൈറ്റിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയെ അന്താരാഷ്ട്ര നിരീക്ഷകർ വൻ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. നവംബർ 18 മുതൽ 20 വരെയാണ് അറബ് ലീഗിലെയും ആഫ്രിക്കൻ യൂണിയനിലെയും അംഗരാജ്യങ്ങൾ സംബന്ധിക്കുന്ന ഉച്ചകോടിയുടെ മൂന്നാമത് പതിപ്പിന് കുവൈറ്റ് ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ഇരു സംഘങ്ങളിലെയും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1977 ഈജിപ്തിലായിരുന്നു പ്രഥമ അറബ് ആഫ്രിക്കൻ ഉച്ചകോടി ചേർന്നത്. പിന്നീട് 33 വർഷങ്ങൾക്ക് ശേഷം 2010 ലിബിയയുടെ ആതിഥ്യത്തിൽ നടന്ന രണ്ടാം ഉച്ചകോടിയോടുകൂടി സഹകരണാശയങ്ങൾക്ക് പുതിയ മാനങ്ങൾ കൈവരിക്കാൻ അംഗരാജ്യങ്ങൾക്ക് കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ന്യൂയോർക്കിലെത്തിയ അറബ് ലീഗ്, ആഫ്രിക്കൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേരുകയും ഉച്ചകോടിയുടെ വിജയത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ന്യൂയോർക്കിലേക്ക് തിരിക്കും മുമ്പ് കുവൈറ്റിൽ വെച്ച് വിദേശകാര്യമന്ത്രി മിനിസ്റ്റീരിയൽ പ്രിപ്പറേറ്ററി കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. വികസനവും നിക്ഷേപവുമാണ് ഇത്തവണ ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. എല്ലാ അറബ് ലീഗ്, ആഫ്രിക്കൻ യൂണിയൻ രാഷ്ട്രങ്ങൾക്കും ഔദ്യോഗിക ക്ഷണം അയച്ചു കഴിഞ്ഞു. നവംബർ 17 ചേരുന്ന മന്ത്രിതല യോഗം ഉച്ചകോടിയുടെ സുഗമമായ നടത്തിപ്പ് സംബന്ധിച്ച അവസാനഘട്ട വിലയിരുത്തലുകൾ നടത്തും. 18 രാഷ്ട്രത്തലവന്മാർ എത്തിത്തുടങ്ങുമെങ്കിലും പ്രധാന ചർച്ചകളും മറ്റും 19-20 ദിവസങ്ങളിലായിരിക്കും നടക്കുക. അംഗരാജ്യങ്ങളിലെ കലാകാരന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും ഉച്ചകോടിയുടെ ഭാഗമായി അരങ്ങേറും. മൂന്നാമത് അറബ് ആഫ്രിക്കൻ ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാൻ അന്താരാഷ്ട്ര മാധ്യമ സംഘങ്ങളും ഇക്കാലയളവിൽ കുവൈത്തിലെത്തും. മുനീർ അഹമ്മദ്,